US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹുവിനോടും ലബനനിലെ ഹിസ്ബുള്ള റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ടും ചർച്ചകൾ നടത്തിയതായിട്ട് അറിയിച്ചു. ഈ ഒരു ചർച്ചകൾ അനുസരിച്ച് അദ്ദേഹത്തോട് ഇവർ ഇനിയും ആക്രമണം നടത്തില്ല എന്ന ഒരു തീരുമാനം അറിയിച്ചതായി അദ്ദേഹം വ്യക്തമാക്കുന്നു. അതായത് ബെഞ്ചമിൻ നെതന്യാഹു ബെയ്റൂട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ തിരിച്ചു വിളിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് പോസ്റ്റിൽ പറയുന്നത്. പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഷെയർ ചെയ്ത പോസ്റ്റ് അനുസരിച്ച് ഇപ്രകാരമാണ് പറയുന്നത്. ഐ ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് ബിബി നെതന്യാഹു ടുഡേ asking him not to go into a major raid of Beirut, Lebanon. He turned his troops around. Thank you, Bibi. I also had a conversation with representatives of the leaders of Hezbollah, and they agreed to stop shooting at Israel and its soldiers. Likewise, Israel agreed to stop shooting at them. Let's see how long that lasts. Hopefully, it will be for eternity. എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് ട്രംപ് ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്തെങ്കിലും ലബനനിലേക്കുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത് ആക്രമണം തുടരും എന്ന് തന്നെയാണ്. US-ഉമായിട്ട് നടത്തി വന്നിരുന്ന ഇൻഡയറക്റ്റ് ടോക്സ് ഇപ്പോൾ നിർത്തിവെക്കുകയാണെന്ന് ഇറാൻ അറിയിക്കുന്നു. ഇതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഇസ്രായേൽ ലബനനിലും ഗാസയിലും നടത്തുന്ന ആക്രമണങ്ങളാണ്. പല മാധ്യമങ്ങളിലും ഒരു ന്യൂസ് വന്നിരുന്നു. അതായത് ഇറാൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസഷ്ക്യാൻ രാജി സമർപ്പിച്ചു, IRGC കംപ്ലീറ്റ് ആയിട്ട് ഭരണം ഏറ്റെടുത്തു എന്ന തരത്തിലുള്ള വാർത്തയായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇറാൻ ഈ ഒരു വാർത്ത നിഷേധിച്ചിരിക്കുകയാണ്. യുക്രൈൻ്റെ തലസ്ഥാനമായ കീവ് ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങളിലേക്ക് റഷ്യ ആക്രമണം നടത്തി. ഈ ഒരു ആക്രമണത്തിൽ ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങൾക്കും പൊതു സംവിധാനങ്ങൾക്കും കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഇതുവരെ 10 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയൻ അംഗത്വം സംബന്ധിച്ച് രാജ്യത്ത് റഫറൻഡം അഥവാ ജനഹിതം നടത്തണമെന്ന റഷ്യയുടെ നേരിട്ടുള്ള ആവശ്യം അർമേനിയൻ പ്രൈം മിനിസ്റ്റർ നിക്കോൾ പാഷിന്യാൻ തള്ളി. യൂറോപ്യൻ യൂണിയനുമായി അർമേനിയ അടുക്കുന്നതിൽ അതൃപ്തിയുള്ള റഷ്യ ജനങ്ങളുടെ താൽപ്പര്യം അറിയാൻ രാജ്യത്ത് ഒരു പൊതു വോട്ടെടുപ്പ് നടത്തണമെന്ന് നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. മോസ്കോയുടെ ഈ ഒരു ഇടപെടൽ തള്ളിക്കളഞ്ഞതോടെ റഷ്യയും അർമേനിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ കടുത്ത വിള്ളലാണ് ഉണ്ടായിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിൽ നിന്ന് വിലക്കാനോ ഒഴിവാക്കാനോ ഉള്ള പെൻറ്റഗണിൻ്റെ നയം നടപ്പാക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് US ഫെഡറൽ കോടതി ശരിവെച്ചു. US-ൽ പ്രസ് ഓഫീസ് ഒരു സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ അവിടെ പ്രവേശിക്കുന്നത് US പ്രതിരോധ വകുപ്പ് ഔദ്യോഗികമായി വിലക്കിയിരിക്കുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് 2 മുതിർന്ന നേതാക്കളെ പെട്ടെന്ന് പുറത്താക്കിയതിനെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും അസ്വാരസ്യങ്ങളും കടുത്തിരിക്കുന്നു. തമിഴ്നാട്ടിലെ BJPയുടെ മുൻ സ്റ്റേറ്റ് പ്രസിഡന്റായി വർക്ക് ചെയ്ത K. അണ്ണാമലൈ അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്ന വാർത്തയനുസരിച്ച് അദ്ദേഹം BJPയിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടും അദ്ദേഹം സ്വന്തമായിട്ട് പുതിയൊരു പാർട്ടി തുടങ്ങുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ വന്ന വാർത്ത അനുസരിച്ച് അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടി അല്ല രൂപീകരിക്കുന്നത് എന്ന തരത്തിൽ വാർത്ത വന്നു. പിന്നീട് അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്രയായി. ഡൽഹിയിൽ എത്തുന്നത് അദ്ദേഹം രാജിവെക്കാനാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പിന്നീട് വന്നത്. അദ്ദേഹം രാജിവെച്ചു എന്ന തരത്തിൽ വാർത്ത പിന്നീട് വന്നു. അതിനുശേഷം അദ്ദേഹം വെച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആൾക്കാർ പറയുന്നത്.